പിതാക്കന്മാരുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരെ ഊറ്റം കൊള്ളുന്നത് അവരെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതല്ലെങ്കിലോ ഔലയകൂനന്ന അഹ്വന അലല്ലാഹി മിനൽ ജുഅലില്ലദീ യുദ്ഖിദുൽ ഖറാഅ ബിഅൻഫിഹി. അല്ലാഹു അല്ലെങ്കിൽ അവരെ നിസാരപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ വാക്കാണ്. ഇവിടെ ഞാൻ എന്ത് അമല് ചെയ്തു എന്നാണ് പടച്ചവൻ നോക്കുന്നത്. എന്റെ വാപ്പ എന്ത് ചെയ്തു എന്നല്ല നോക്കുന്നത്. എന്റെ ഉമ്മയുടെ പിതാവ് എന്ത് ചെയ്തു എന്നല്ല പരിഗണിക്കപ്പെടുന്നത്. എന്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തഴമ്പ് വരൂലല്ലോ. അതൊരിക്കലും നമ്മുടെ തഴമ്പല്ല. ആനയുണ്ടായിരുന്ന ഉപ്പുപ്പയ്ക്കാണ് തഴമ്പുണ്ടാവുക, അതല്ലാതെ പേരക്കുട്ടികൾക്ക് തഴമ്പുണ്ടാവാൻ സാധ്യതയില്ല. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അമല് ചെയ്താൽ ആ അമലുകളുമായിട്ട് നാളെ പരലോകത്തിലേക്ക് മരണശേഷം കടന്നു പോകേണ്ടവരാണ്. അതല്ലാതെ പിതാക്കന്മാര് മുൻഗാമികളായ പൂർവസൂരികളായ പിതാക്കന്മാരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളുക. മരണപ്പെട്ടവര് മരിച്ചുപോയല്ലോ, അവര് മരണപ്പെട്ട ഒന്നുകിൽ അവർ സ്വർഗത്തിലാകും അല്ലെങ്കിൽ നരകത്തിലാകും. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിച്ചു കൊള്ളുക. ഔലയകൂനന്ന അഹ്വന അലല്ലാഹി മിനൽ ജുഅലില്ലദീ യുദ്ഖിദുൽ ഖറാഅ ബിഅൻഫിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതല്ലെങ്കിൽ തന്റെ മൂക്കുകൊണ്ട് വിസർജ്യത്തെ ഉരുട്ടി കൊണ്ടുവരുന്ന ചാണക വണ്ടിനേക്കാൾ പടച്ചവന്റെ മുന്നിൽ അവന് നിസാരനാ. ഇതിനപ്പുറം നിസാരവൽക്കരിച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ പുണ്യപ്രവാചകന് പറയാൻ വാക്കുകളുണ്ടോ? മൂക്കുകൊണ്ട് വിസർജ്യത്തെ ഉരുട്ടി തള്ളി കൊണ്ടുവരുന്ന ചാണക വണ്ടുകളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിസാരന്മാരാണ്. ആരെന്നറിയോ? തന്റെ വാപ്പ അങ്ങനെയായിരുന്നു, തന്റെ ഉമ്മ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ തന്റെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്നവര് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പടച്ചവന്റെ അടുക്കൽ അവനെ നിസാരനാ. ഏതിനെക്കാലം അറിയോ? ചാണക വണ്ടിനേക്കാൾ നിസാരനാ. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് അവസാനം പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ. ഒന്നുകിൽ സത്യവിശ്വാസി ശുദ്ധനായ അല്ലാഹുവിന്റെ മുന്നിൽ ഭക്തിയുള്ള ഒരു സത്യവിശ്വാസിയാണ്. ഔ ഫാജിറുൻ ശഖിയ്യോ, അല്ലെങ്കിൽ പരാജിതനായ ഏറ്റവും വലിയ ആഭാസത്തരം കാണിക്കുന്നവനാണ്. രണ്ടാലൊരു പൗരനല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. ഒന്നുകിൽ അവന് സുഹൃതം ചെയ്യുന്ന സൽക്കർമ്മിയാകാ, അതല്ലെങ്കിൽ ദുഷ്കർമ്മം ചെയ്യുന്ന ദുഷ്കർമ്മിയാകാ. ഇത് ഏതാണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ മരണപ്പെട്ടു പോയ വാപ്പയുടെ മോനാണെന്ന് പറഞ്ഞ് അവകാശവാദം പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിന് റസൂലുള്ളാഹി നിരോധിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ബഖറ. അല്ലാഹ് പറയുകയാണ്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. എന്താ ഈ ആയത്തിലൂടെ പടച്ചതമ്പുരാ പറയുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാണല്ലോ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അവിടുത്തെ മകനാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബിയുടെ 12 സന്താനങ്ങളുടെ പരമ്പരയാണ് ജൂതന്മാര്, അഹ്ലുൽ കിതാബികള്. അവിടമാണ് യഹൂദികളും നസാറാക്കളും വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിൽക്കാലത്ത് യഹൂദി നസാറാക്കൾ ഊറ്റം കൊണ്ടത് ആരെ പറഞ്ഞുകൊണ്ടെന്നറിയോ? ഞങ്ങളാരെന്നറിയോ? ഞങ്ങളുടെ പിതാക്കന്മാര് നിസാരന്മാരല്ല, ഞങ്ങളുടെ പിതാക്കന്മാര് സാധാരണക്കാരല്ല. ഞങ്ങളുടെ പിതാവ് യാക്കൂബാണ്, യാക്കൂബ് ഇസ്ഹാഖിന്റെ മോനാണ്, ഇസ്ഹാഖ് ഇബ്രാഹിമിന്റെ മോനാ. അതുകൊണ്ടും ഞങ്ങളും നല്ലവരാണ് എന്ന ജീവിതത്തിൽ ഒരു വിശുദ്ധിയും ഇല്ലാത്ത യഹൂദി നസാറാക്കൾ സഹോദരങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പടച്ചതമ്പുരാൻ മറുപടി കൊടുക്കുകയാ. ആ ഏത് ഇബ്രാഹിമിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? ഏത് ഇസ്ഹാഖിനെ പറ്റിയാ നിങ്ങൾ പറയുന്നത്? ഏത് യാക്കൂബിനെ പറ്റിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്
മരിച്ചവര് കഴിഞ്ഞുപോയ സമൂഹങ്ങളല്ലേ? ഇബ്രാഹിം നബി കഴിഞ്ഞു പോയിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞില്ലേ? ഇസ്ഹാഖ് നബി കടന്നു പോയിട്ട് വർഷങ്ങൾ, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടു പോയിട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞില്ലേ? അവര് ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കുമുണ്ട്. വലാ തസ്അലൂന അമ്മാ കാനൂ യഅമലൂ. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അവരോടോ, അവര് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളോടോ പടച്ചവന് ചോദ്യങ്ങൾ ചോദിക്കില്ല. അവര് ചെയ്തതിന് എന്താണോ സുഹൃതമാണെങ്കിൽ പ്രതിഫലം അവർക്കാണല്ല കൊടുക്കുക, ദുഷ്കർമ്മമാണെങ്കിൽ ശിക്ഷ അവർക്കാണ് പടച്ചതമ്പുരാൻ കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമല്ല തരൂ. അതിന്റെ പേരിൽ ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും പ്രതിഫലമില്ല. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് തന്നെയാണ് പടച്ചവന് തരിക, അതല്ലാതെ നിങ്ങളുടെ പിതാക്കന്മാർക്കല്ല കൊടുക്കൂല. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂ. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങളോടൊരു ചോദ്യവുമില്ല. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വിഷയം ഇവിടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആലമുൽ അർവാഹിന് തുടങ്ങിയ യാത്ര, ആ ആലമുൽ അർവാഹ് എന്ന ആത്മാക്കളുടെ ലോകത്തിൽ വെച്ച് പടച്ചവന്റെ മുന്നിൽ നീയാണ് സർവശക്തനെന്ന് സമ്മതിച്ച് ആലമുൽ അർഹാം എന്ന ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന് എന്റെ ശരീരത്തിലേക്ക് റൂഹൂതപ്പെട്ട സമയം മുതൽ ഞാൻ എന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവസാനം എനിക്ക് പുറത്തേക്ക് വരേണ്ട സമയമെത്തിയപ്പോൾ എന്റെ ഉമ്മയെ സങ്കടപ്പെടുത്തി, ശേഷം എന്റെ ഉമ്മയെ സന്തോഷപ്പെടുത്തി, ചുറ്റും നിൽക്കുന്ന ആളുകളെ മുഴുവനും ചിരിപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് നാളത്തെ എന്റെ ജീവിതം 4ാമത്തെ ലോകമാകുന്ന ഖബറും ആ ഖബറിന് ശേഷമുള്ള 5ാമത്തെ ലോകമാകുന്ന ആഖിറവും അതെനിക്ക് നന്നാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ 3ാമത്തെ ലോകത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഈ 3ാമത്തെ ലോകത്തിൽ ഞാൻ എന്ത് ചെയ്തു? അതെന്റെ വാപ്പ ഹാജിയാരായിരുന്നു. അതിന് നിനക്കെന്താ? വാപ്പ ഹജ്ജിന് പോയെങ്കിൽ പൈസ മുടക്കിയിട്ട് പോയതാ, അതിന് വാപ്പാക്ക് പ്രതിഫലം കിട്ടി. എന്റെ ഉമ്മ കാളിയുടെ മോളായിരുന്നു. ചില ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾ ആ പണി അവസാനിപ്പിക്കണം, നിങ്ങൾക്കത് ചേർന്നതല്ല, നിങ്ങൾക്കത് ചേർന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നിസ്സാരന്മാരാണ്. മൂക്കുകൊണ്ട് വിസർജ്യ വസ്തുക്കളെ ഉരുട്ടിക്കൊണ്ടുവരുന്ന ചാണകവണ്ടിനേക്കാൾ നിങ്ങൾ നികൃഷ്ടരാണ്. ഇത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്താലേ മതിയാവുള്ളൂ. ഇവിടെ നോക്ക്, നമ്മുടെ ഈ നാട്, ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ്. വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാകാം, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം, വ്യത്യസ്തമായ കുടുംബങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്തമായ വംശങ്ങൾ ഉണ്ടാകാം. ഈ വംശങ്ങളും ഗോത്രങ്ങളും സംഘടനകളും ഒക്കെ അല്ലാഹു തആല എന്തിനാ സംവിധാനിച്ചതെന്നറിയോ? എന്തിനു വേണ്ടിയാണ് പടച്ച തമ്പുരാൻ തന്നത്? തമ്മിലടിക്കാൻ വേണ്ടിയിട്ടോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പടച്ച തമ്പുരാൻ ഈ ലോകത്തേക്ക് നമ്മളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും വ്യത്യസ്തമായ ആ വംശങ്ങളും വ്യത്യസ്തമായ സംഘടനകളുമായിട്ട് ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ നിയോഗിച്ചത്. എന്തിനു വേണ്ടിയാണ് പടച്ചവൻ നിയോഗിച്ചതെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ഹുജറാത്ത് എന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ എന്തിനാണ് വ്യത്യസ്ത ശാഖകളായി, വ്യത്യസ്ത ഗോത്രങ്ങളാക്കി നിങ്ങളെ മാറ്റിയത് എന്തിനാണെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ഗോത്രങ്ങളും വംശങ്ങളുമാക്കി അല്ലാഹു നിങ്ങളെ തരംതിരിച്ചതിൽ പടച്ച തമ്പുരാന് ഒരു ഹിക്മത്തുണ്ട്, ഒരു യുക്തിയുക്തമായ ഒരു തീരുമാനം പടച്ചവനുണ്ട്. ആ തീരുമാനം അനുസരിച്ചാണ് അല്ലാഹുവിന്റെ പടപ്പുകളായ നമ്മളെ വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ ഗോത്രങ്ങളും വംശങ്ങളുമാക്കി അല്ലാഹു തആല മാറ്റിയിട്ടുള്ളത്. നമ്മളിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ല ഭക്തിയുള്ളവരാണ്. ആ ഭക്തന്മാരാകാൻ വേണ്ടിയാണ് നമ്മളെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചത്. മരണശേഷം ആകെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ ഒരു ഭക്തി മാത്രമാണ്. ഈ ഒരു ഭക്തി മാത്രമാണ് നമുക്ക് നാളെ മരണശേഷം ഉപകാരപ്പെടുക, അല്ലാത്തതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്,
ഈ ലോകത്ത് വ്യത്യസ്തമായ ഗോത്രങ്ങളായി, വ്യത്യസ്തമായ കബീലകളായി, വംശങ്ങളായി നിങ്ങളെ തരംതിരിച്ചതെന്തിനെന്നറിയോ? അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരു ആണിൽ നിന്നൊരു പെണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചിട്ടുള്ളത്. ഒരാണിൽ നിന്നൊരു പെണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം തന്നെയാണ് മുസൽമാന്റെ വാപ്പ. ഇവിടത്തെ ക്രൈസ്തവന്റെ പിതാവാരാണ്? ആദം നബി തന്നെയാണ്, സംശയമില്ല. ഇവിടത്തെ ഹൈന്ദവന്റെ ഫാദർ ആരാണ്? അച്ഛനാരാണ്? പിതാവാരാണ്? ഒരു സംശയത്തിന് ഇടയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം തന്നെയാണ്. കാരണം മനുഷ്യ പിതാവ് ആദം നബിയാണല്ലോ. മനുഷ്യൻ പിതാവ് ആദം നബി അലൈഹിസ്സലാമയാണ്. ആദ്യ മനുഷ്യൻ ആദം നബിയാണ്. അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വ തന്നെയാണ്. മുസൽമാന്റെയും ക്രൈസ്തവന്റെയും അതുപോലെ തന്നെ ഹൈന്ദവന്റെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും മാതാവ് ഹവ്വ ബീവി തന്നെയാണ്. അവരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം തന്നെയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, എന്തിനാ നിങ്ങളെ വ്യത്യസ്തമായ സംഘടനകളായി, പാർട്ടികളായി, ഗോത്രങ്ങളായി, വംശങ്ങളായി അല്ലാഹു തരം തിരിച്ചതെന്നറിയോ? ആ കാറ്റഗറി എന്തിനാ പടച്ചതമ്പുരാ നിങ്ങൾക്ക് തന്നതെന്നറിയോ? ലിതഅറഫൂ, നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടിയാണ്, അഡ്രസ്സിന് വേണ്ടിയാണ്. നിങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. ഇവൻ ഇന്ന സംഘടനയിൽ പെട്ടവനാണ്, ഇവൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടവനാണ്, ഇന്നവനത്തിൽപ്പെട്ടവനാണ്. എന്തിനാണ് ലോകത്ത് വ്യത്യസ്തമായ മഹല്ലുകൾ അല്ലാഹു സംവിധാനിച്ചതെന്നറിയോ? എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളികളല്ലേ? എല്ലാ പള്ളിയുടെ പരിപാലകരും മുഅ്മിനീങ്ങളല്ലേ? പക്ഷേ പടച്ചെന്തുകൊണ്ടാണ് ഇത് ഈ പട്ടാളിയുമായിട്ട് എന്റെ സംഘടനക്കാരാണ് നല്ലതെന്ന് എന്റെ സംഘടന നേതാക്കന്മാര് പറഞ്ഞേക്കാ, എന്റെ പാർട്ടിയിൽപ്പെട്ടവരാണ് നല്ലതെന്ന് എന്റെ പാർട്ടിക്കാര് പറഞ്ഞേക്കാ. പക്ഷെ അല്ലാഹ് പറയുകയാണ്, അല്ല, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവര്, നിങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്നവരാരെന്നറിയോ? അത്ഖാകും, നിങ്ങളിൽ ഭക്തിയുള്ളവരാണ്. ആ ഭക്തിക്ക് വേണ്ടിയാണ് ആലമുൽ അജ്സാദ്, ആലമുൽ അജ്സാം, ആലമുദ് ദുനിയ എന്ന മൂന്നാമത്തെ ലോകത്ത് അല്ലാഹു നിയോഗിച്ചത്. ഇവിടെ തമ്മിൽ തല്ലാനല്ല, ഇവിടെ ഊറ്റം പറഞ്ഞിട്ട് അഭിമാനം കൊള്ളാനല്ല, ഇവിടെ പാരമ്പര്യം പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കാനല്ല. സഹോദരങ്ങളെ, നമ്മളെ ഈ ലോകത്തേക്ക് പടച്ചതമ്പുരാ നിയോഗിച്ചത്, അല്ലാഹു നിയോഗിച്ചത്, അയച്ചത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ആ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ തഖ്വ ആരുടെ ഭാഗത്ത് നിന്നാണോ ഉണ്ടാകുന്നത്, ഏത് മഹല്ല് നിവാസികൾക്കാണോ കൂടുതൽ തഖ്വയുള്ളത്, അവരാണ് പടച്ചവന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നത്. അല്ലാതെ ഊറ്റം പറഞ്ഞ് അവകാശവാദം പറയുന്നവരല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഇതാണ്. സഹോദരങ്ങളെ, ഉമ്മമാരോട് ചെന്നിട്ട് പെമ്മക്കള് ചോദിക്കണം, എന്റെ ഉമ്മ, നിങ്ങളുടെ വാപ്പ ആരാണ്? നിങ്ങളുടെ ഉമ്മ ആരാണ്? എന്തിനാ ചോദിക്കേണ്ടത്? ആൺമക്കൾ ചെന്നിട്ട് വാപ്പയോട്, ഉമ്മയോട് ചോദിക്കണം, വാപ്പാടെ വാപ്പ ആരാണ്? നാട്ടിൽ അറിയപ്പെട്ട ആളായിരുന്നോ? ആരാണ് നിങ്ങളുടെ പിതാവ്? ആരാണ് നിങ്ങളുടെ വാപ്പ? നിങ്ങൾ ഏത് കുടുംബത്തിലാണ് എന്ന് മക്കൾ കൃത്യമായി വാപ്പാടെ കുടുംബം അന്വേഷിക്കണം. എന്തിനന്വേഷിക്കണമെന്ന് ചോദിച്ചാൽ, പള്ളിയിൽ വന്നിട്ട് എനിക്ക് ഞാൻ ആരാ മോനെന്നറിയോ, ഞാൻ ആരാ ആളെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു, തഅല്ലമു മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. വാപ്പയോട്, ഉമ്മയോട് അവരുടെ കുടുംബത്തെ പറ്റി നിങ്ങൾ ചോദിക്കണം. വാപ്പ, നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട്? ഇന്നത്തെ മക്കൾക്കറിയോ വാപ്പാക്ക് എത്ര സഹോദരങ്ങളുണ്ട്, അവരെവിടാണ് താമസിക്കുന്നത്, അവർക്ക് എത്ര മക്കളുണ്ട്, ആ മക്കൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ ഏത് മക്കൾക്കറിയാം? പണ്ടുള്ളവർക്കറിയാം. പണ്ടുള്ളവർ എന്തായിരുന്നെന്നറിയോ? ആകെ ഒരു ഒറ്റ വീടാണ്. ആ വീട്ടില് ഓരോ മുറികൾ ഓരോ ഫാമിലിക്ക് കൊടുത്ത് എല്ലാവർക്കും ചെന്നെത്താൻ കഴിയുന്ന ഒരു ഹാളിൽ ഫോൺ ഉണ്ടായ സമയത്ത് ലാൻഡ് ഫോൺ ഉണ്ട്. ഒരാള് ഗൾഫിലേക്ക് പോയാൽ അവിടെ നിന്ന് വിളിച്ചാൽ ഒരൊറ്റ ഫോൺ തന്നെ എല്ലാവർക്കും ഈ 2 മിനിറ്റ് മാറി മാറി ബന്ധുക്കളോട് സംസാരിക്കാനുള്ള സൗകര്യം. അവിടെ രഹസ്യങ്ങളില്ല, മറവുകളില്ല, അവിടെ വേറെ യാതൊരു ഒളിച്ചുകളികളുമില്ല, ഒന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. കാലം പുരോഗമിച്ചു പോയി.
ഇന്ന് ഓരോ മക്കൾക്ക് ഓരോ വീട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരാ എന്റെ വീട്ടിൽ താമസിക്കുന്നത്? ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും. ഇപ്പോഴത്തെ വീടതല്ലേ, കെട്ടിയോനും കുട്ടിയോളും 3 പേരാണ്. നാം ഒന്ന് നമുക്കൊന്ന്. ആകെയുണ്ടൊരു കുട്ടി. ആ കുട്ടിയും വാപ്പയും ഉമ്മയും. ആ ചെറിയ കുടുംബം താമസിക്കാൻ 2 നില കെട്ടിടം, 4-5 ബെഡ്റൂം, എല്ലാം ശീതീകരിച്ച റൂമുകൾ. ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം ഒരൊറ്റ വീട്, പല മുറികൾ. എല്ലാ മുറികളിലും ഓരോ മക്കൾ താമസിക്കുന്നു. കഴിക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സ്നേഹവും സന്തോഷവും ഉണ്ട്, ബന്ധുത്വം തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ മക്കൾ ചോദിക്കണം, നിന്റെ വാപ്പാടെ ചേട്ടന്മാർ എത്രടാന്ന്? വാപ്പായ അറിയില്ല, പിന്നെയല്ലേ ചേട്ടന്മാരെ എന്ന് അവൻ പറയും. അതാണ് ലോകം. അതുകൊണ്ട് ചോദിക്കണം മക്കൾ ചെന്നിട്ട് വാപ്പയോട്, വാപ്പാ നിങ്ങളുടെ വാപ്പ എവിടത്തുകാരനാണ്? നിങ്ങളുടെ ഉമ്മ എവിടത്തുകാരിയാണ്? എത്ര സഹോദരങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കണം. എന്തിനാണെന്നറിയോ? ആരാന്റെ മുമ്പിൽ ചെന്ന് ഊറ്റം കൊള്ളാനല്ല, ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് അഭിമാനത്തോടെ ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാണ്, മാ തസ്ലൂന ബിഹി അർഹാമക്കും, മാ തസ്ലൂന ബിഹി അർഹാമക്കും. നിങ്ങൾക്ക് കുടുംബം ചേർക്കുന്നതിന്, കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. ഇത് തീരെ പറ്റുന്നില്ല. വെള്ളത്തിന്റെ അല്ല, മൈക്കിന്റെ പ്രശ്നമാണ്. രണ്ടൂര് മൈക്കല്ലേ? വാപ്പ ചെന്നിട്ട് മക്കള് ചെന്നിട്ട് വാപ്പയോട് ചോദിക്കണം, വാപ്പ നിങ്ങളുടെ കുടുംബം ഒന്ന് പറഞ്ഞത് പഠിപ്പിച്ചതാ. എന്തിനാണ്? പള്ളിയിൽ വന്നിട്ട് എന്റെ വാപ്പ നിനക്കറിയോടോ എന്ന് ചോദിക്കാനല്ല. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ വാപ്പയുടെ കുടുംബം, നിങ്ങളുടെ ഉമ്മയുടെ കുടുംബം നിങ്ങൾ പഠിക്കണം. എന്തിനാണ് നിങ്ങൾ പഠിക്കേണ്ടത്? മാ തസ്ലൂന ബിഹി അർഹാമക്കും. നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് വേണ്ടിയാണ്, കുടുംബ ബന്ധം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ പഠിക്കേണ്ടത്. അത് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടല്ലേ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂൽ ചില വിഭാഗങ്ങളെ ചൂണ്ടിയിട്ട് ഒരു ദിവസം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇന്ന ആല ബനി ഫുലാൻ ലൈസൂ ബി ഔലിയാഇ ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ആല ബനി ഫുലാൻ, ഇന്ന കുടുംബക്കാരുണ്ടല്ലോ, ആ കുടുംബക്കാര് ലൈസൂ ബി ഔലിയാഇ, അവരെന്റെ സംരക്ഷകരല്ല, അവരെന്റെ സംരക്ഷകരെ അല്ല, അവർ എനിക്ക് സംരക്ഷണം നൽകുന്നവരുമല്ല. ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ, എന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള പടച്ചവനാണ്, ആ പടച്ചവനെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളുമാണ്. എനിക്ക് ഒരിക്കലും സംരക്ഷകരായി ആ കാണുന്ന വിഭാഗം എനിക്കല്ല. ആരിലേക്കാണ് വിരൽ ചൂണ്ടിയതെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനെ വിശ്വസിക്കാത്ത, പ്രവാചകനെ അനുസരിക്കാത്ത, പ്രവാചകനെ ധിക്കരിക്കുന്ന, പ്രവാചകനെ കാണുന്നിടത്ത് വെച്ച് ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന, പ്രവാചകനെ ഏതെല്ലാം നിലയിൽ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും കഴിയുമോ ആ ആക്ഷേപത്തിന്റെയും വിമർശനത്തിന്റെയും കൂരമ്പകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശത്രുക്കളായിരുന്ന തന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ആളുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ആല ബനി ഫുലാ, ഈ ആളുകളുണ്ടല്ലോ, ഈ കുടുംബക്കാരുണ്ടല്ലോ, ലൈസൂ ബി ഔലിയാഇ, അവരെന്റെ സംരക്ഷകരെ അല്ല, എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കില്ല. ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ, എന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത് പടച്ചവനാണ്. പടച്ചവനെ ഏൽപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ അടിമകളായ സത്യവിശ്വാസികളാണ്. പിന്നെ അവരോടുള്ള എന്റെ കടപ്പാട് എന്തെന്നറിയോ? അവരോടുള്ള എന്റെ ബാധ്യത എന്തെന്നറിയോ? വലാകിൻ ലഹും റഹിമുൻ അബുല്ലുഹാ ബിബിലാലിഹാ,
അള്ളാന്റെ തിരുദൂതർ പറയുകയാണ് വലാകില്ലഹും റഹ്മുൻ, ഞാനും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അബുല്ലുഹാബി ബിലാലിഹാ, ഞാൻ അതിനെ നട്ടു നനയ്ക്കുന്നതാണ്, അതിനെ വെള്ളമൊഴിച്ചിട്ട് ഞാൻ നനച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പട്ടാഴിയിലെ ഏതോ ഒരു പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന് ഒരു ദിവസം അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ദീന് കൊണ്ട് വിശ്വസിക്കാനുള്ള ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലിമത്തു തയ്യിബ പറഞ്ഞുകൊണ്ട് മുസ്ലിമായെന്നിരിക്കട്ടെ, ആ സമയത്ത് അവന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലാണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ഹൈന്ദവ മതത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ തന്നെയാണ്. അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. അവർ ഇസ്ലാമിനെ പുൽകിയിട്ടില്ല, ഇസ്ലാമിനെ വാരി പുണർന്നിട്ടില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ദീനവനോട് പറഞ്ഞതെന്തെന്നറിയോ? നീ പള്ളിയിൽ വരുന്നവനാണ്, നീ 5 നേരം നിസ്കരിക്കുന്നവനാണ്, റമളാനിലെ വ്രതശുദ്ധിയുള്ളവനാണ്, നീ ഹജ്ജിന് പോകേണ്ടവനാണ്, ഖുർആൻ ചുമക്കുന്നവനാണ്, വുളുവോടുകൂടി നടക്കുന്നവനാണ്, ശരി തന്നെ. പക്ഷേ നിന്റെ പ്രിയപ്പെട്ട അമ്മ, നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തെങ്കിലും ഒരു രോഗം വന്നാ മരുന്ന് വാങ്ങി കൊടുക്കേണ്ട ചുമതല നിനക്കുണ്ട്. അവർക്ക് വേണ്ട വീട് വെച്ചു കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരെന്റെ സംരക്ഷകരെ അല്ല. നിന്റെ സംരക്ഷകൻ ആരാണ്? അല്ലാഹുവാണ്. ഇന്ന വലിയല്ലാ, എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്. വസാലിഹുൽ മുഅ്മിനീൻ, പട്ടാഴി മഹല്ലത്തിലെ സത്യവിശ്വാസികളായ ജനങ്ങളുമാണ്. അല്ലാതെ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ സംരക്ഷകരല്ല. പക്ഷേ വലാകില്ലഹും റഹ്മുൻ അബുല്ലുഹാബി ബിലാലിഹാ, നീയും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അത് വല്ലാത്തൊരു ബന്ധമാണ്. അത് നീ നട്ട് വളർത്തുക തന്നെ വേണം, വെള്ളം നനച്ച് അതിനെ വളർത്തിയെടുക്കുക തന്നെ വേണമെന്ന് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാള്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാകണമെന്നില്ല. വാപ്പ നിസ്കാരമില്ലാത്ത താരിഖു സ്വലാത്താണ്, ഉമ്മ നിസ്കാരമില്ലാത്ത പെങ്ങളാണ്. പക്ഷെ അവരുടെ മകന് നല്ല ഇബാദത്തിലൂടെ പടച്ചവനിലേക്ക് അടുക്കുന്നവരാണ്, മരിക്കണമെന്ന ചിന്തയുള്ളവരാണ്, മരണശേഷമുള്ള യഥാർത്ഥ ലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് വിശുദ്ധിയില്ലാത്തവരാണ്, തഖ്വയില്ലാത്തവരാണ്. അവരുടെ മനസ്സിന്റെ മോഹം എന്താണ്? യവനെ നിസ്കരിക്കരുത്, യവൻ അല്ലാഹുവിന്റെ കലിമത്ത് പറയരുത്, യവന് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കരുത്. വാപ്പയും ഉമ്മയും ഏതോ ഒരു പുത്തൻ ചിന്തയിലേക്ക് കടന്നു പോയവരാണ്. ആ കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മകന്റെ നിലപാടെന്താകണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതാണ്, ഈ വാപ്പയും ഉമ്മയും എന്റെ സംരക്ഷകരല്ല, എന്റെ സംരക്ഷകര് അല്ലാഹുവും വിശ്വാസികളുമാണ്. പക്ഷെ വാപ്പയല്ലേ തള്ളിപ്പറയാൻ പറ്റില്ല, ഉമ്മയല്ലേ തള്ളിപ്പറയാൻ പറ്റില്ല. അബുല്ലുഹാബി ബിലാലിഹാ, അതുകൊണ്ട് വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടേ ഇരിക്കണം കുടുംബ ബന്ധത്തെ. ആ ഒരു രീതിയില് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളത് നമ്മൾ ചെയ്യണം. എന്റെ വാപ്പ ഒത്തിരി ചെയ്തത് പരിഗണിക്കപ്പെടൂല. 4 ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെടുത്ത് പറയാം. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. ആ മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോ ആ ജീവിതത്തിലേക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉമ്മാടെ ഉദരത്തിനകത്ത് കിടന്ന് തസ്ബീഹ് ചൊല്ലിയ കുഞ്ഞുങ്ങളുണ്ടോ? ഉമ്മാടെ വയറ്റിനകത്ത് കിടന്ന് ആലമുൽ അർഹാമിൽ വെച്ചിട്ട് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഖബറിനകത്ത് പോയി നിസ്കരിക്കാനും തസ്ബീഹ് ചൊല്ലാനും പറ്റുമോ? പറ്റൂല. അപ്പൊ ഏത് ലോകത്താ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പൊ താമസിക്കുന്ന 3ാമത്തെ ലോകം. എപ്പോഴാണ് ഇത് തീർന്നു പോകുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുമ്പോ ആ ഇബാദത്ത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയിരിക്കണം. ആരെങ്കിലും ചെയ്തത് നമുക്കതില് കയറി, ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് നമുക്കൂടെ എടുത്തു തന്നിട്ട് നമ്മളെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നത് പോലെ ആരോ ഒരാൾ ചെയ്ത അമലിന്റെ പേരില് വാല് തൂങ്ങിയിട്ട് നമുക്കങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതുന്നെങ്കിൽ ശുദ്ധ സംബന്ധമാണ്. അത് നടക്കൂല, അത് നടക്കൂല. അങ്ങനെ നടക്കണമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വാപ്പ രക്ഷപ്പെട്ടു പോകുമ്പോ അതിന്റെ പേരിൽ കൂടെ മകൻ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ആര് രക്ഷപ്പെടണമായിരുന്നു?
ആര് രക്ഷപ്പെടണമായിരുന്നു? ജീവിതത്തിൽ സുഹൃതങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു വാപ്പ. ആ വാപ്പ തന്റെ പ്രിയപ്പെട്ട മകന്, ജീവിതത്തിൽ യാതൊരു വിശുദ്ധിയുമില്ലാത്ത മകനെ സൽക്കർമ്മത്തിലേക്ക് ക്ഷണിച്ചിട്ടും ആ പ്രിയപ്പെട്ട മകനെ കൂട്ടാക്കാതിരിക്കുമ്പോ മരിക്കാൻ നേരത്തെ ആ പ്രിയപ്പെട്ട മകനെ അവസാന നിമിഷം പറഞ്ഞു, ഒന്ന് വിശ്വസിക്കടാ, ഒന്ന് നീ കപ്പലിലൊന്ന് കയറടാ എന്ന് പറഞ്ഞിട്ട് ആ കപ്പലിൽ പോലും കേറാൻ മടി കാണിച്ച ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടെത്താൻ കഴിയോ? വാപ്പയുടെ കൈ പിടിച്ച്. വാപ്പ ആരാണ്? 950 വർഷക്കാലം ദീനിന്റെ ദഅവത്ത് നടത്തിയ പ്രവാചകനല്ലേ? 950 വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് പാടുപെട്ട കഷ്ടപ്പെട്ട ആ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചിട്ട് മകന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്. മോനെ വന്ന് കേറടാ കപ്പലിൽ, നീ രക്ഷപ്പെടട്ടെ, നീ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് മകനെ വിളിക്കുമ്പോൾ ആ മകന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? സആവി ഇലാ ജബലി യഅ്സിമുനി. വാപ്പാ, ഞാൻ രക്ഷപ്പെട്ടോളാം, എനിക്ക് പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെടാൻ അറിയാം. അതുകൊണ്ട് വാപ്പാ, നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പിതാവിന്റെ വാക്ക് കേൾക്കാതെ മകന് മാറി നിന്നപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാം പിന്നീട് മകനെ വിളിക്കാൻ നിന്നില്ല. ആ വാപ്പ നേരെ പടച്ചവനിലേക്ക് കൈകൾ നീട്ടുകയാണ്. എന്നിട്ട് വാപ്പ പടച്ചവനോട് ദുആരക്കുകയാണ്. വനാദാ നൂഹു റബ്ബ ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ്, എന്റെ മകൻ എന്റെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ് പടച്ചവനെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തണം. ആ സമയത്ത് പ്രിയപ്പെട്ട നൂഹ് നബിയോട് അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ മകനെ വിളിച്ചു രക്ഷപ്പെടുത്താൻ വിളിക്കുമ്പോ അവൻ രക്ഷപ്പെടുന്നില്ല പടച്ചവനെ, അവന് കപ്പലിൽ കയറുന്നില്ല, അവന് രക്ഷപ്പെടാൻ ഒരുക്കവുമല്ല. അതുകൊണ്ട് തമ്പുരാനെ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ പൊന്നുമോൻ എന്റെ കുടുംബത്തിൽ പെട്ടവനാണ്, എന്റെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ്, അതുകൊണ്ട് എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞതെന്തെന്നറിയോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അല്ലാഹു പ്രവാചകൻ നൂഹ് നബിയോട് പറയുകയാണ്, യാ നൂഹ്, നൂഹ് നബിയെ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ആ മകൻ നിങ്ങളുടെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനല്ല, നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. കാരണം എന്തെന്നറിയോ? അവന് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാ. ഞാൻ പറഞ്ഞ വിഷയം അവിടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടണമെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എന്റെ വാപ്പ നല്ലവനായിരുന്നു, വാപ്പ ചെയ്ത അമലുകളോടൊപ്പം എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. മരണശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അവനവന് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ അവനവന് നേടിയിരിക്കണം. അല്ലാതെ വാപ്പ തരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ആ മകന് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ. പക്ഷേ നൂഹ് നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവന് സൽക്കർമ്മങ്ങളില്ലല്ലോ നബിയേ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ടവനല്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ കോറിയിട്ടോ, എന്റെ വാപ്പ ഏറ്റവും നല്ല മുത്തഖിയായിരുന്നു, നാട്ടിലെ പ്രമുഖനായിരുന്നു, പ്രമാണിയായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവനവനെന്ത് അമലുകൾ അവനവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ അവന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇനി നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മകന് നല്ലവനാണെന്ന് കരുതിയിട്ട് വാപ്പയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മകൻ നല്ലവനാണെന്ന് ചിന്തിച്ചിട്ട് ഏത് വാപ്പയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിലും മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ. ഒരു മകൻ നല്ലവനാണെന്ന ചിന്തയിൽ വാപ്പാക്ക് രക്ഷപ്പെടാമെന്ന ധാരണയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അത് മാറ്റിക്കുക. ചിന്ത നമുക്കമല് വേണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ദഅവത്ത് ചെയ്തു, വരൂ പിതാവേ, നിങ്ങൾ വിഗ്രഹാരാധകൻ മാത്രമല്ല, വിഗ്രഹത്തിന്റെ നിർമ്മാതാവാണ്.
ആ വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ്. ഇതെല്ലാം നിങ്ങളുടെ മേൽ പടച്ചതമ്പുരാൻ ശാപമായിട്ട് നിങ്ങൾക്ക് വലിയ ശിക്ഷ തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. ആ സമയത്ത് മകനോട് വാപ്പ പറഞ്ഞത്, പറ്റൂല മോനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മകനെ ഷൗട്ട് ചെയ്ത് ആക്രോശിച്ചുകൊണ്ട് വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാ. ആ സമയത്ത് വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ചോദിച്ചോളാം, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നന്നാവൂല. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചോളാം, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ. അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? സൂറത്തു തൗബയിൽ കാണാം, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥന, ഇല്ലാ മൗഇദത്തിന വഅദഹാ ഇയ്യാ, അത് അദ്ദേഹത്തോട് കൊടുത്തൊരു വാക്ക് മാത്രമാണ് മകൻ. ഇബ്രാഹിം നബി വാപ്പയ്ക്ക് കൊടുത്ത ഒരു വാക്ക് മാത്രമാണ്, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപം പൊറുക്കലിനെ ചോദിക്കാമെന്ന് പറഞ്ഞ വാക്ക് വാപ്പയ്ക്ക് കൊടുത്ത വാക്ക് മാത്രമാണ്. فلما تبين له أنه عدو لله تبرأ منه. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഈ വാപ്പ ആസർ അള്ളാന്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞുണ്ടായപ്പോൾ ആ പ്രിയപ്പെട്ട മകൻ എന്താ ചെയ്തത്? തബറഅ മിൻഹു, ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. ആ ഉത്തരവാദിത്വം അങ്ങോട്ട് കളഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അമല് ചെയ്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അമല് ചെയ്തോ. ആ അമല് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു എന്നതിന്റെ പേരില് നിങ്ങളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തണമെന്നില്ല. കാരണം നിങ്ങൾക്ക് സൽക്കർമ്മമില്ല. അതുകൊണ്ട് ഒരു വാപ്പയ്ക്ക് മകനെ രക്ഷപ്പെടുത്താനും കഴിയില്ല, ഒരു മകന് വാപ്പയെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ വാപ്പയ്ക്കും മകനും സൽക്കർമ്മങ്ങളില്ലെങ്കിൽ. അതുകൊണ്ട് മരണശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താ? സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം, എനിക്ക് ഞാൻ ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. അല്ലാതെ വാപ്പയുടെയും ഉമ്മയുടെയും പാരമ്പര്യത്തിന്റെ ഊറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരിമാര് ചിന്തിക്കും, എന്നാ പിന്നെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്നും അല്ലെങ്കിൽ ഒരു പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഒരു ഖാളിയാണ്, ഇല്ലെങ്കിൽ പള്ളിയിലൊരു ഇമാമാണ്, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു മതപണ്ഡിതനാണ്, ഒന്നും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലെല്ലാവർക്കും സുസമ്മതനായ, ഏറ്റവും നല്ല സുസമ്മതനായ ഒരു സൽക്കർമ്മിയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവ് എന്തായാലും എന്നെ കൈയൊഴിയില്ല, എന്നെ രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ചെയ്തു? ആ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കെട്ടിയവന്റെ വഴിക്ക് പോകും. അവിടെ ഒരു സംശയ കാര്യത്തിലില്ല. അങ്ങനെ ഏതെങ്കിലും ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ വിശുദ്ധി കൊണ്ട് രക്ഷപ്പെടുത്തണമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ട ഭാര്യമാരാരാ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും പ്രിയപ്പെട്ട ഭാര്യമാര് വാഹില വായില എന്ന പേരുള്ള രണ്ട് സ്ത്രീകൾ രക്ഷപ്പെടണമായിരുന്നല്ലോ. വാഹിലയും വായിലയും രക്ഷപ്പെടണമായിരുന്നു. എന്തുകൊണ്ടാ? അവർ ആരുടെ ഭാര്യമാരായിരുന്നു? കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അവർ രണ്ടുപേരും സ്വാലിഹീങ്ങളായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെയും പ്രിയപ്പെട്ട ഭാര്യമാരായിരുന്നു വാഹിലയും വായിലയും. ഈ രണ്ട് ഭാര്യമാരും അല്ലാഹു പറയുകയാണ്, ഖാനതാഹുമാ, ഇവർ രണ്ടുപേരും സ്വന്തം ഭർത്താക്കന്മാരോട് വഞ്ചന കാണിച്ചവരാണ്. ഇത് പറയുമ്പോ നിങ്ങൾ ആരും കരുതണ്ട, ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് ആരാന്റെ കൈപിടിച്ച് പുറത്തുപോയെന്ന് അല്ല. ആ വഞ്ചനയല്ല ഇവിടെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഇബ്രാഹിം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല ഭാര്യ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കീഴിലാകുമ്പോൾ പോലും അള്ളാഹു അവരെ പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടെന്നറിയോ? അവര് നരകത്തിന്റെ പ്രതീകങ്ങളാണ്, നരകത്തിലെ സ്ത്രീകൾക്ക് പ്രതീകമാണ്, അവർക്കുള്ള ഉപമയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാ.
അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഇബാദത്തുകൾ, അവരുടെ അമലു സാലിഹാത്തുകൾ കണ്ടിട്ട് നിങ്ങൾ പനിക്കല്ലേ. ആരാന്റെ വീട്ടിലെ കട്ടിൽ കണ്ടിട്ട് നമ്മൾ പനിക്കണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മം സുഹൃതം നമുക്കുണ്ടോ രക്ഷപ്പെടാൻ കഴിയും. അതല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. എന്നാ നിങ്ങൾ നോക്ക്, ചില ഭർത്താക്കന്മാർക്കൊരു ചിന്തയുണ്ട്, എന്റെ ഭാര്യ ഇബാദത്തുള്ളവളാണ്, എന്റെ ഭാര്യ നിസ്കാരമുള്ളവളാണ്, എന്റെ ഭാര്യ സലാത്ത് ചെല്ലുന്നവളാണ്, എന്റെ ഭാര്യ ഇബാദത്തുകളും മുടങ്ങാതെ ചെയ്യുന്നവളാണ്. ഇതെല്ലാം ബുദ്ധിയുള്ളവരല്ലേ? ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധിയെ പറ്റിയിട്ട് റസൂലുള്ള പരിചയപ്പെടുത്തിയതെന്തെന്നറിയോ? 4 സ്ത്രീകളാണ്, 4 പേരാണ് സ്വർഗത്തിന്റെ നേതാക്കന്മാര്. 4 സ്ത്രീകളാണ് സ്വർഗത്തിന്റെ നേതൃത്വ പദവി അലങ്കരിക്കുന്നവര്. മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ മണൽപ്പരപ്പിൽ 4 വിരലുകൾ കൊണ്ട് 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറയുകയാണ്, ഇത് ഖദീജയാണ്, ഇത് ഖദീജയാണ്, ഇത് ഫാത്തിമയാണ്, ഇത് മറിയമാണ്, ഇത് ആസിയയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ്. എന്നാൽ ആ സ്വർഗത്തിന്റെ ലീഡറായ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന ആസിയ ബീവിക്ക് തന്റെ ഭർത്താവിനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയണമല്ലോ. പക്ഷേ നടക്കില്ല. ഭർത്താവ് നരകത്തിന്റെ അവകാശിയാണെന്ന് മാത്രമല്ല, ഖബറിനകത്ത് നരകത്തിന്റെ എല്ലാ ശിക്ഷകളും അല്ലാഹു തആല അതിന്റെ സാമ്പിൾ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആയത്തിൽ മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് ഫിർഔനെ പറ്റിയാണ്. അത് ഫിർഔനെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രക്ഷപ്പെടുത്തണമായിരുന്നെങ്കിൽ തന്റെ ചൂരേറ്റ് തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ, തന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫിർഔനെ രക്ഷപ്പെടുത്തണ്ടേ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫിർഔനെ രക്ഷപ്പെടുത്തണ്ടേ? പക്ഷേ അതിന് കഴിയില്ല. ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ സുഹൃതങ്ങൾ ആസിയ ബീവിക്ക് മാത്രമാണ്. ഫിർഔനിന്റെ ദുഷ്കർമ്മങ്ങൾ ഫിർഔന് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റും, ഭർത്താവിന് അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഭർത്താവ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഭർത്താവിന് രക്ഷപ്പെടാൻ പറ്റും, ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റൂല. വാപ്പായും ഉമ്മായും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മോനും മോളും രക്ഷപ്പെടാൻ പറ്റൂല. ഇനി മക്കള് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, വാപ്പാക്കും ഉമ്മാക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഏതാനും ഖുർആന്റെ ചില സൂചനകൾ മാത്രം ഞാൻ നൽകി എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ, ഈ മൂന്നാമത്തെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അമല് ചെയ്തിരിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ അമല് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ അമല് കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ മരണത്തോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഇപ്പോഴാണോ പിന്നീടാണോ, ഇഷാഇന്റെ ഈ വക്കത്തിനാണോ, അടുത്ത സുബഹിന്റെ വക്കത്തിനാണോ, ലൊഹറിന്റെ വക്കത്തിനാണോ, അതല്ല അസ്വറിന്റെ വക്കത്തിനാണോ, മഗ്രിബിന്റെ വക്കത്തിനാണോ എന്നതിലല്ലേ സംശയമുള്ളൂ. മരിക്കും എന്നതിൽ ആർക്ക് സംശയമില്ല. അത് ഏത് വക്കത്തിലാണ്, അത്രേ ഉള്ളൂ ഡൗട്ട്. ഈ 5 വക്കത്തിലായിരിക്കുമല്ലോ നമ്മൾ മരിക്കുക. ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഉറപ്പിച്ചിരിക്കുന്നു, 5 വക്കത്തിൽ നമ്മൾ മരിച്ചിരിക്കും. പക്ഷേ അത് ഏതിലാണ് എന്നതിൽ മാത്രമേ നമുക്ക് വിവരമില്ലാത്ത, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനമില്ലാതിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമല് ചെയ്യണം. ആരുടെയെങ്കിലും അമലുകൾ കണ്ടിട്ട് നമ്മൾ അഭിമാനപുളകിതരാകേണ്ട കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ദുനിയാവെന്ന് പറയുന്നത്, ഈ ദുനിയാവിന്റെ നമ്മുടെ ജീവിതം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇന്നലെ എങ്ങനെ അഫ്സൽ പ്രസംഗിച്ചു, അഫ്സൽ ഖാസിമി, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ 5 ഘട്ടങ്ങളാണ് അവന്റെ ജീവിതത്തിലുള്ളത്. 5 ഘട്ടങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 5 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്.
ഈ 5 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്. ഒന്നാമത്തെ ഘട്ടം ശൈശവമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുല കുടിക്കുന്ന പ്രായം 2 വയസ്സ്. ആ 2 വയസ്സ് വരെയുള്ള പ്രായത്തിനാണ് ശൈശവം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടോ. ശൈശവം എന്ന് പറയുന്നത് 2 വർഷക്കാലം മുല കുടിക്കുന്ന പ്രായം, അതിനാണ് ശൈശവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ശൈശവകാലം കഴിഞ്ഞതിന് ശേഷമാണ് ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8-9 വയസ്സുവരെ അവന് ബാലനാണ്. ബാലചാപല്യങ്ങളുള്ള ഒരു ബാലൻ എന്ന് പറഞ്ഞാൽ അവന് ശിശുവല്ല, ശൈശവദശ പിന്നിട്ടിട്ടൊരു ബാലനായി അവൻ മാറുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഏകദേശം ഒരു 18 വയസ്സുവരെയുള്ള പ്രായത്തിനാണ് കൗമാരം എന്ന് പറയുന്നത്. ആ കൗമാരക്കാരെന്ന് പറയുന്ന ആ 18 വയസ്സുവരെയുള്ള പ്രായം, അത് കഴിഞ്ഞിട്ട് 18 മുതൽ 40 വയസ്സുവരെയാണ് യൗവനം എന്ന് പറയുന്നത്. 40ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുള്ളത് വാർദ്ധക്യമാണ്. അതിന് നമ്മൾ സൗകര്യാർത്ഥം മധ്യവയസ്കൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ 5 ഘട്ടങ്ങളെ ലോകത്ത് മനുഷ്യനിലുള്ളൂ. 1 ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 5 കാലങ്ങളിലും 5 മൈൻഡാണ് നമുക്ക്. ശൈശവദശയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശിശുവായിരിക്കുമ്പോ ആ കുട്ടിക്ക് എല്ലാം കളിയാണ്. പാമ്പഴഞ്ഞ് വീട്ടിൽ കയറിയാലും ആ പാമ്പിനെ എടുത്ത് തോളത്തിട്ട് കളിക്കും. അതിനോട് മലമൂത്ര വിസർജനം ചെയ്തിട്ടത് വാരി കളിക്കും. അത് ചെറിയ കുഞ്ഞാണ്, ശിശുവാണ്. പക്ഷേ ഒരു ബാലനായാൽ, ബാല്യകാലത്തിലേക്ക് അവന് വന്നാൽ പിന്നീട് അവന് വിനോദമാണ് പ്രിയം. നിങ്ങൾ നോക്ക്, 9 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തില്, 2 വയസ്സ് കഴിയുന്ന ഒരു കുട്ടി 9 വയസ്സ് വരെയുള്ള പ്രായത്തില് വാപ്പ എപ്പോ പുറത്തു പോയാലും ബൈക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും, കാറെടുത്ത കാറിന്റെ അകത്തുണ്ടാവും, പള്ളിയിൽ പോയാൽ കൂടെ പള്ളിയിൽ വരും. അത് വിനോദമാണ് അവന് പ്രിയം. അവന് പിന്നെ കളിയല്ല, എപ്പോഴും വിനോദം. സൈക്കിൾ ചവിട്ടുക വിനോദം, അവന് കുട്ടികളുമായിട്ട് മറ്റ് പല കളികളും കളിക്കുക, അവന് വിനോദമാണ് ഇഷ്ടം പിന്നീട് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് യൗവന കൗമാരത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നേരെ ചേഞ്ച് ആവുകയാണ് അവന്റെ ചിന്ത. കൗമാരത്തിലേക്ക് വരുമ്പോ പിന്നെ അവന്റെ ചിന്ത മുഴുവനും അഴകാകലാണ്. ചെറിയ മീശ മുളയ്ക്കുന്ന പ്രായം. ആ കൗമാരക്കാരൻ പിന്നീട് എപ്പോഴും കണ്ണാടിയുടെ മുന്നിലാണ്. അവന് മീശ വളർന്നിട്ടുണ്ടോ, മീശയ്ക്ക് വലിപ്പം വെക്കുന്നുണ്ടോ, അവന് ഉയരം വെച്ചിട്ടുണ്ടോ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കൗമാരക്കാരിയായ പെണ്ണ് പിന്നീട് എപ്പോഴും അഴകിനെ ഇഷ്ടപ്പെടുന്നവളാണ്. പുരികം ത്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ണിന്റെ പീലിക്ക് ഐലൈനർ വരച്ചിട്ടതിന്റെ പീലിക്ക് നീളം കൂട്ടാനും അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചിട്ട് ചുണ്ട് ചുവപ്പിക്കാനും ഒക്കെയുള്ള അവളുടെ ആ ഒരു ജിജ്ഞാസ, ഒരു അഴകാണ് എപ്പോഴും കൗമാരക്കാർക്ക് പ്രിയമാവുന്നത്. അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ കാലയളവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും പ്രൗഢിയാണ്, എപ്പോഴും പത്രാസാണ്. അവന് നല്ല വീട് വെക്കണം. ആ വീട് തന്റെ വീട്ടിലെ നാട്ടിലെ ഏറ്റവും നല്ല വീടായിരിക്കണം. ആ വീട് ആ നാട്ടിലെ ഏറ്റവും നല്ല വീടായിരിക്കണം. തന്റെ വാഹനം ഏറ്റവും നല്ല വാഹനമായിരിക്കണം. അതേ ചിന്തയില്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ മാറ്റം വരുന്നു. ആ മാറ്റം ജീവിതത്തിൽ വന്നിട്ട് ആ മാറ്റം അവന് യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവന് പിന്നീട് പ്രൗഢിയുടെയും പത്രാസിന്റെയും ലോകമായി മാറുന്നു. അത് കഴിഞ്ഞ് 5ാമത്തെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ പിന്നെ അവന്റെ മൈൻഡ് ഏതിലേക്കാണ് മാറുക? വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചറിയാം. അതെന്റെ മൂത്ത മകന്റേതാണ്, ഇതെന്റെ മൂത്ത മകളുടേതാണ്, ഈ പോകുന്ന വണ്ടി എന്റെ മകളുടേതാണ്, അവിടുത്തെ വീട് എന്റെ മകന്റേതാണ്, ഇവിടത്തെ വാഹനം അത് ഞാൻ കൊടുത്തതാണ്, അവിടെ 10 സെന്റ് ഉണ്ടായിരുന്നു ഞാൻ വിറ്റതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള മുമ്പിൽ പെരുമ പറച്ചിലിന്റെ പ്രായമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ് ഞാൻ ഈ പറഞ്ഞത്. ദുനിയാവിനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ,
ലൈബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹ് പറയുകയാണ് ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ, അറിയണേ ദുനിയാവിന്റെ ജീവിതം, ഈ നശ്വരമായ ദുനിയാവിന്റെ ജീവിതം, മരണത്തോട് തീരുന്ന ദുനിയാവിന്റെ ജീവിതം ഏതെന്നറിയോ? സീനത്തുൻ. അല്ലാഹു ലഇബുൻ, അല്ലാഹ് പറയുന്നു അതൊരു വിനോദമാണ്, അതൊരു കളിയാണ്, അതൊരു കളിയാണ്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുന്, അല്ലാഹ് പറയുന്നു ആദ്യത്തെ അവസ്ഥയാണ് അല്ലാഹ് പറയുന്നത് കളിതമാശയാണ്. പിന്നീട് അല്ലാഹ് പറയുന്നത് വലഹുവിന് വിനോദമാണ്. പിന്നീട് അല്ലാഹ് പറയുന്ന വസീനത്തുൻ അഴകാകലാണ്. പിന്നീട് അല്ലാഹ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ വതഫാഖുറും ബൈനകും, വതഫാഖുറും ബൈനകും നിങ്ങളുടെ പ്രൗഢിയാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ വിഷയത്തിലും അതുപോലെ സമ്പത്തിന്റെ വിഷയത്തിലും സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും വിഷയത്തിൽ പരസ്പരം പ്രൗഢി നടിക്കലാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ദുനിയാവില് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ 5 കാലങ്ങളെ സംബന്ധിച്ച്, 5 ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പ്രതിപാദിച്ചതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ.